ദുരന്തമുണ്ടായി മണിക്കൂറുകൾക്കകം മുണ്ടക്കേ ചൂരൽമലയിൽ സജീവമായതാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി. ടൗൺഷിപ്പും വീടുകളുടെ നിർമ്മാണവും പൂർത്തിയാക്കി മാത്രമേ ഊരാളുങ്കലിന്റെ ജീവനക്കാർ അവിടെ നിന്ന് മടങ്ങൂ. മലവെള്ളപ്പാച്ചിലിൽ സർവവും തകർന്ന മനുഷ്യർക്ക് ഒരു കൈ സഹായവുമായി കഴിഞ്ഞ വർഷം ജൂലൈ 30 മുണ്ടക്കയിലേക്കും ചൂരൽമലയിലേക്കും എത്തിയതാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ പ്രവർത്തകർ. രക്ഷാപ്രവർത്തനത്തിൽ തുടങ്ങി പുനരധിവാസം വരെ എത്തിയിരിക്കുന്നു അവരുടെ പ്രവർത്തനം. ഡിസംബറോടെ 350 വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ULCCS ഉദ്യോഗസ്ഥർ പറയുന്നു. ആർക്കും ഒരു സംശയവും വേണ്ട. ഈ വർക്ക് ഡിസംബറോടുകൂടി തന്നെ 350ഓളം വീടുകളുടെ പണി എന്തായാലും അതിൽ കൂടുതലല്ലാണ്ട് കുറയൂല. ഈ വർക്ക് തുടങ്ങിയ സമയത്ത് തന്നെ നല്ല മഴയാണ്. ഏപ്രിലോടുകൂടി തന്നെ ഏതാണ്ട് 10 മഴ തുടങ്ങി. എന്നിട്ടും ഞങ്ങളുടെ തൊഴിലാളികൾ ഈ മഴയിനെയോ മഞ്ഞിനെയോ ഒന്നിനും വിലവെക്കാതെ വർക്കിനെ എത്രയും സ്പീഡായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ദുരന്തം നടന്ന അന്ന് മുതൽ പുലർച്ചെ 4 മണി മുതൽ ഞങ്ങൾ ഈ ദിവസം വരെ ഞങ്ങൾ ചൂരൽമലയിലാവട്ടെ ടൗൺഷിപ്പ് ആവട്ടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇവൻ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടി മെയിൻ്റനൻസിൻ്റെ വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലൊക്കെ ഞങ്ങൾ ഓരോ ഘട്ടത്തിലും ഞങ്ങൾ എല്ലാ രീതിയിലും ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നായിരുന്നു. ബാക്കിയുള്ള വീടുകളുടെ നിർമ്മാണം മാർച്ച് മാസത്തിൽ പൂർത്തീകരിച്ച് താക്കോൽ കൈമാറും. മാതൃകാ വീടിന്റെ നിർമ്മാണം പൂർണ്ണമായി കഴിഞ്ഞു. പ്ലാൻ പ്രകാരം അടുത്ത വർഷം മാർച്ചോടുകൂടി 410 വീടും അതിന് വാട്ടർ സപ്ലൈ, ഇലക്ട്രിസിറ്റി എല്ലാം അടക്കം STP സിവറൻ ട്രീറ്റ്മെന്റ് പ്ലാന്റും റോഡിന്റെ വർക്ക് ടൗൺഷിപ്പ് മൊത്തമായിട്ട് മാർച്ചോടുകൂടി അല്ല, ഈ വീട് റെസിഡൻഷ്യൽ യൂണിറ്റ് ബാക്കിയുള്ള വർക്ക് അടുത്ത മഴയ്ക്കുള്ളിൽ തീർക്കാനാണ് നമ്മുടെ പ്ലാൻ. ഉരുൾപൊട്ടിയതിനെ തുടർന്ന് മലിനമായ പുന്നപ്പുഴ വൃത്തിയാക്കുക മാത്രമല്ല അതിന്റെ ആഴം വർദ്ധിപ്പിച്ചതും ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയാണ്. പുന്നപ്പുഴയുടെ ആഴം കൂട്ടിയതോടെ ഇത്തവണ വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവായി. സർവവും നഷ്ടമായ നാടിനെയും അവിടുത്തെ നാട്ടുകാരെയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിൽ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയും നിർണായക പങ്കാണ് വഹിക്കുന്നത്. കൈരളി ന്യൂസ്, വയനാട്.